നമസ്കാരം. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കരാർ ലംഘിച്ചെന്ന AFA മാർക്കറ്റിംഗ് മേധാവി ലിയാൻഡ്രോ പീറ്റേഴ്സന്റെ ആരോപണം നിഷേധിച്ച് കായിക മന്ത്രി VV അബ്ദുൾ റഹ്മാൻ. സംസ്ഥാന സർക്കാർ ആരുമായും കരാർ ഒപ്പിട്ടിട്ടില്ലെന്നും സ്പോൺസർമാരാണ് അർജന്റീനയുമായി കരാർ ഒപ്പിട്ടിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. കരാറിലുള്ള വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് കരാറിൽ തന്നെയുണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കരാർ ലംഘനം. കേരളം കരാർ ലംഘിച്ചു എന്ന് എങ്ങനെയാണ് അദ്ദേഹം പറയുകയെന്നും മന്ത്രി ചോദിച്ചു. ഇതിനിടെ കരാർ പണം നൽകിയെന്ന് പറയുന്ന മന്ത്രി ആ പണം നൽകിയത് എങ്ങനെയെന്ന് പറയുന്നതുമില്ല. അതായത് മന്ത്രി പറയുന്നതനുസരിച്ച് ഇടതുപക്ഷ സർക്കാരിനോടല്ല മന്ത്രിയോടാണ് സ്പോൺസർക്ക് താല്പര്യമെന്ന് വ്യക്തം. ഇത് തീർത്തും വിചിത്രമാണ്. മെസ്സി വരുന്നതിനേക്കാൾ പ്രാധാന്യം മന്ത്രി അബ്ദുൾ റഹ്മാൻ നൽകുകയാണ് സ്പോൺസർ എന്ന വാദമാണ് സജീവമാകുന്നത്. മന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിലും ഇത് വ്യക്തമാണ്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതൃപ്തനാക്കിയിട്ടുണ്ട്. പുതിയ പ്രസ്താവനയിൽ മന്ത്രിയിൽ നിന്ന് മുഖ്യമന്ത്രി വിശദീകരണം തേടും. ഒക്ടോബറിൽ അർജന്റീന ടീമിനെ എത്തിക്കാനായിരുന്നു നീക്കം. ഇതിനായി കരാറിൽ ഒപ്പിടുകയും പണം കൈമാറുകയും ചെയ്തു. എന്നാൽ ഈ സമയത്ത് വരാനാവില്ലെന്ന് അർജന്റീന അറിയിച്ചതോടെ ഇതിൽ നിന്നും പിന്മാറുകയല്ലാതെ മറ്റ് പോംവഴികളില്ലാതെയായെന്ന് മന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ് മാധ്യമങ്ങളിൽ വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ വരവിൽ കൂടുതൽ പ്രതികരണവുമായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ രംഗത്തെത്തിയിരുന്നു. കേരള സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട കരാർ ലംഘിച്ചതെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ തങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ചീഫ് മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ ഹെഡ് ലിയാൻഡ്രോ പീറ്റേഴ്സൺ പറഞ്ഞു. ഇതാണ് മന്ത്രി നിഷേധിക്കുന്നത്. സംസ്ഥാന സർക്കാർ ആരുമായും കരാർ ഒപ്പിട്ടിട്ടില്ല. സ്പോൺസർമാരാണ് അർജന്റീന ടീമുമായി കരാർ ഒപ്പിട്ടിട്ടുള്ളത്. കേരളം അത്തരത്തിലൊരു കരാറിൽ ഒപ്പിട്ടിട്ടില്ലെന്ന് ഞാൻ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പണം അടച്ചിട്ടില്ലെന്നും പറഞ്ഞു. ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നു കരാർ ലംഘനം ഉണ്ടായി എന്ന്. അതിനർത്ഥം കരാറിൽ ഒപ്പിട്ടു എന്നാണ്. അത് കേരളമല്ല, തെറ്റായാണ് പറയുന്നത്. കരാറുള്ളത് സ്പോൺസർമാരുമായാണ്. ഇപ്പോൾ ഏതോ ഒരു വാട്സ്ആപ്പ് ചാറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ലിയാൻഡ്രോ എന്ന് പറയുന്ന ആൾ അവരുടെ മാർക്കറ്റിംഗ് ഹെഡാണ്. അദ്ദേഹമാണ് അർജന്റീന ടീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുന്നത്. എന്നാൽ ഇത് ഒപ്പുവച്ചിട്ടുള്ളത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റാണ്. അവർ തമ്മിലാണ് കരാർ. കഴിഞ്ഞ ദിവസം സ്പോൺസർമാർ തന്നെ പറഞ്ഞു ഈ ഒക്ടോബർ നവംബർ വിൻഡോയിൽ വരാനാവില്ല എന്ന് അറിയിച്ചിട്ടുണ്ടെന്ന്. 2026 ലോകകപ്പിന് മുന്നോടിയായി പഴയ ലോകകപ്പ് ടീമിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ വർഷം പുതിയ സർക്കാർ വരും, സംവിധാനങ്ങൾ മാറും. അതിൽ ഈ സ്പോർട്സ് മന്ത്രി ഉണ്ടായിരിക്കണമെന്നില്ല. ഇടതുപക്ഷ സർക്കാർ തന്നെയാവും വരിക. എന്നാൽ അതിൽ സ്പോൺസർക്ക് താല്പര്യക്കുറവുണ്ടായി. അത് അവരെ അറിയിച്ചു. ഇതാണ് അനാവശ്യമായി വിവാദത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് മന്ത്രി പറഞ്ഞു. അതായത് താൻ മന്ത്രിയായിരിക്കുമ്പോൾ മാത്രം മെസ്സി വന്നാൽ മതി എന്ന നിലപാട് ആരോ സ്വീകരിച്ചു എന്നാണ് മന്ത്രി പറയുന്നത്.